ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങക്കറിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇത് വളരെ കുറച്ച് ചേരുവ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് നാട്ടുമാങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 നല്ല പഴുത്ത നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി എടുത്തിട്ടുള്ള മാങ്ങയാണ്. ഇതിൻ്റെ ഞെട്ടൊന്ന് കടിച്ച് കളഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ തൊലിയൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു മംഗലത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം ശർക്കര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇത് മംഗലമായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ മാങ്ങ അടിക്ക് പിടിക്കും. ഈ സമയത്ത് തന്നെ നമുക്കിതിന് വേണ്ടുന്ന അരപ്പൊന്ന് തയ്യാറാക്കുന്നതിനായിട്ട് 2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാങ്ങ ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ അരപ്പ് തയ്യാറാക്കി വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു കറി നല്ല തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് മാങ്ങ കുക്ക് ചെയ്തപ്പോൾ ഇത്രയും പറ്റിച്ചെടുത്തത്. നമുക്ക് കറി കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഇത്രയും പറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മളിത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയൊന്നും ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയൊക്കെ വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങക്കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ഒരു അല്പസമയം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് തുറന്ന് ഇളക്കി കൊടുത്തത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.